പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയുമായിട്ട് ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കണം. പ്രത്യേകിച്ചിട്ട് കേരള പോലീസ്, കേരള എക്സൈസ്, ഇവിടുത്തെ ബസ് ജീവനക്കാർ, തൊഴിലാളികൾ, അതുപോലെ ബസ് ഓണേഴ്സ്, അതുപോലെ ഇവിടുത്തെ ബസ്സിൻ്റെ ഓരോ തൊഴിലാളി സംഘടനകൾക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം. കാരണം എൻ്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ നേർക്കാഴ്ചയാണത്. അത് ഞാൻ പറയും. കണ്ണൂർ മയ്യിൽ ഭാഗത്ത് ഓടിക്കുന്ന പല ബസ്സുകളിലും ഡ്രൈവർമാർ MDMA കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. 2-3 ദിവസങ്ങളായിട്ട് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഇങ്ങനെയുള്ള ഡ്രൈവേഴ്സിനെ പിടിക്കുന്നുണ്ട്, സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പോരാ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ എത്രയോ അധികം മാട്ടൂൽ ഭാഗത്തും പഴങ്ങാടി ഭാഗത്തും അതുപോലെ തളിപ്പറമ്പ് ഭാഗത്തും നോക്കും വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള MDMA ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നേരായിട്ട് കണ്ട കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് കുറേ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നുമല്ല, ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കേരള പോലീസും അതുപോലെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും ശക്തമായ ഇടപെടൽ ഇനി നടത്തണം. അല്ലെങ്കിൽ വളയം പിടിക്കുന്ന ആ കൈകൾ ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ ഒന്നിച്ചിട്ട് പോകുന്ന സഹയാത്രികരുടെ കൊലയാളികളായിട്ട് ഈ ഡ്രൈവർമാർ മാറും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അതിന് വേണ്ടിയിട്ട് അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ അവരെ പുനരധിവസിപ്പിച്ച് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കേരള സർക്കാർ ഇന്ന് മുതൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. നമ്മൾ ആദ്യമേ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ബസ് ഡ്രൈവർമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം. അവർക്ക് മയക്കുമരുന്ന് ടോക്സിക്കോ ടെസ്റ്റ് നിർബന്ധമാക്കണം. ഇതുവരെ നടപ്പിലാക്കാത്തത് വളരെയധികം വേദനാജനകമാണ്. ഇനിയും നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെതിരെയുള്ള ഒരു വാക്കായിട്ട്, ഈ ഒരു രേഖയായിട്ട് ഇത് ഞാൻ കോടതിയിൽ എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഹാജരാക്കും. കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള മറുപടി കേരള സർക്കാർ തരണം, കേരള പോലീസ് തരണം, കേരള എക്സൈസ് തരണം. ജനങ്ങളുടെ ജീവൻ വെച്ച് പണയപ്പെടുത്തി അവർക്ക് ഓരോ ജീവനും ഓരോ കുടുംബത്തിൻ്റെ അത്താണിയാണ്. ഓരോ റോഡ് സൈഡിലോട്ട് നടന്നു പോകുന്നവർ അവരും ഓരോ കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും. അങ്ങനെ എത്രയോ പേരാണ് മരിച്ച് പോയി. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, പറ്റുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.